ദക്ഷിണ ധ്രുവത്തോട് അടുത്തുള്ള ദ്വീപുകളിലും ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിലും പെൻഗ്വിനുകൾ കാണപ്പെടുന്നു. ഇവർ തങ്ങളുടെ ജീവിതത്തിന്റെ പകുതിയോളം കരയിലും ബാക്കി പകുതി കടലിലും ചെലവഴിക്കുന്നു. ഇവ മുട്ടയിട്ട് കരയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ചെറുമത്സ്യങ്ങൾ, ക്രിൽ, കൊഞ്ച് പോലുള്ള സമുദ്രജീവികളാണ് ഇവയുടെ ഭക്ഷണം. ഇവർക്ക് നന്നായി നടക്കാൻ കഴിയില്ല, അതിനാൽ അവർ തുഴഞ്ഞാണ് നടക്കാറുള്ളത്. പെൻഗ്വിനുകൾക്ക് നല്ല കേൾവിശക്തിയും വെള്ളത്തിനടിയിൽ സൂക്ഷ്മമായി കാണാനും കഴിയും. മിക്ക പെൻഗ്വിനുകളും വർഷത്തിൽ 2 മുട്ടകളെങ്കിലും ഇടുന്നു. 15 മുതൽ 20 ഇനം പെൻഗ്വിനുകളുണ്ട്. ചെറിയ പെൻഗ്വിനുകൾക്ക് ഏകദേശം 1 കിലോഗ്രാം ഭാരവും 35 സെന്റിമീറ്റർ ഉയരവും ഉണ്ടാകും. നീല നിറത്തിലുള്ളവ ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയ പെൻഗ്വിൻ ആണ്. 1.1 മീറ്റർ വരെ ഉയരമുള്ള ചക്രവർത്തി പെൻഗ്വിൻ ആണ് ഇവയിൽ ഏറ്റവും വലുത്. ഇവയ്ക്ക് 40 കിലോഗ്രാം വരെ ഭാരവും ചിറകുകൾക്ക് ഏകദേശം 30 സെന്റിമീറ്റർ നീളവും ഉണ്ടാകും. ആഫ്രിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് കാണപ്പെടുന്നവയാണ് ബ്ലാക്ക് ഫൂട്ട് അല്ലെങ്കിൽ ജാക്കസ് പെൻഗ്വിൻ. എല്ലാ വർഷവും ഏപ്രിൽ 25 ലോക പെൻഗ്വിൻ ദിനമായി ആചരിക്കുന്നു. ജനുവരി 20 പെൻഗ്വിൻ അവബോധ ദിനമായും ആചരിക്കുന്നു. പെൻഗ്വിനുകൾ കാൽപാദങ്ങളിൽ വെച്ചാണ് മുട്ട വിരിയിക്കുന്നത്. ഇവയ്ക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ കഴിയില്ലെന്നതാണ് ഒരു പ്രത്യേകത. പെൻഗ്വിനുകൾക്ക് 2 കാലിൽ നിവർന്നു നിൽക്കാൻ കഴിയും. ശക്തമായ ചിറകുകൾ ഉപയോഗിച്ച് മണിക്കൂറിൽ 7 മുതൽ 8 കിലോമീറ്റർ വേഗത്തിൽ നീന്താൻ ഇവയ്ക്ക് കഴിയും. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അടയിരിപ്പ് കാലത്ത് പെൻഗ്വിൻ ആഹാരം കഴിക്കാറില്ല. ഈ സമയത്ത് ശരീരത്തിലെ കൊഴുപ്പാണ് ഇവയുടെ ജീവൻ നിലനിർത്തുന്നത്. എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ഇവ തൂവലുകൾ പൊഴിച്ച് പുതിയവ ധരിക്കുന്നു. ഈ പ്രക്രിയയാണ് മോൾട്ടിംഗ്.